ഹായ്. അപ്പോൾ ഇത് ഫുള്ള് നമ്മുടെ ബ്രീഡിംഗ് കേജസ് ആണ് കേട്ടോ. നമുക്ക് 3 കസ്റ്റമറിനെ അയക്കാനുള്ള ബ്രീഡിംഗ് കേജസ് ആണ്. ഇത് ഫീഡിംഗ് ട്രേ ഉണ്ട്, 2 എണ്ണമാണ് കേട്ടോ. അപ്പോൾ 3 കസ്റ്റമറാണ് കേട്ടോ. അത് ഫുള്ള് അയക്കണം. നമ്മൾ ചൊവ്വാഴ്ച ആയിട്ടാണ് അയക്കുന്നത്. അപ്പോൾ എല്ലാം പാക്കിംഗ് ആണ് കേട്ടോ അടുത്ത പരിപാടി. ഇതിൻ്റെ കൂടെ ഫ്ലോട്ടിംഗ് ബോൾസും ഉണ്ട് കേട്ടോ. ഒരു കസ്റ്റമറിന് ഒരു സൈസാണ് അയക്കുന്നത്, മറ്റവർക്ക് മിക്സ് ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും അയക്കുന്നത്. പിന്നെ നമ്മുടെ ഗപ്പിയുടെ ബ്രീഡിംഗ് കേജിൻ്റെ ഹോളെന്ന് വെച്ചാൽ കറക്റ്റ് 4 mm ആണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഗപ്പി ഇറങ്ങിപ്പോവുക എന്നൊക്കെ. അങ്ങനെ ഇറങ്ങിയൊന്നും പോയില്ല കേട്ടോ. നിങ്ങളുടെ എന്തായാലും മെയിലോ ഫീമെയിലോ ഒരു ഗപ്പി ഇറങ്ങിപ്പോവില്ല. കുഞ്ഞുങ്ങളെ സേഫായിട്ട് നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്യാവശ്യം എല്ലാ കുഞ്ഞുങ്ങളെയും സേവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റീരിയലിൻ്റെ സ്ട്രോങ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങാം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഇന്ന് ക്യാഷ് അയച്ചാൽ നാളെ കേജ് കിട്ടും. അങ്ങനെയല്ല, നമുക്ക് ഒരു ദിവസത്തെ ടൈം എടുക്കും കേട്ടോ. 1-2 ഓർഡർ അനുസരിച്ചിട്ട് 1-2 ദിവസത്തെ ടൈം എടുക്കാറുണ്ട് നമുക്ക് കേജ് ചെയ്തെടുക്കാനായിട്ട്. കാരണം പല കസ്റ്റമേഴ്സും പല സൈസാണ് നമ്മളെടുത്ത് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് മെഷ് കാര്യങ്ങളൊക്കെ കട്ടിങ് ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു ടൈം എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഈ 3 ബോക്സ് നമുക്ക് കൊറിയർ അയക്കാനുള്ളതാണ് കേട്ടോ. 3 ബോക്സ് നമുക്ക് കൊറിയർ. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ ഡയറക്റ്റ് വന്ന് നമ്മുടെ ഒരു ഫ്രൈ എടുക്കുന്നതാണ് കേട്ടോ. ഒരു 5 കേജാണ്, സെയിം സൈസിലുള്ള 5 കേജാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പൈപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കേജ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്യാം. ഓക്കെ, ബൈ.